എൻ്റെ പേര് ഗിഫ്റ്റി. ഞാനൊരു നേഴ്സാണ്. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ട് 6 മാസമായി. 6 മാസം കൊണ്ട് എൻ്റെ ജർമ്മൻ ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്ഥാപനങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ട്. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ഇതിനെപ്പറ്റി ആലോചിച്ചു. ഒരുപാട് ഫേസ്ബുക്കിലും നമുക്കറിയാവുന്ന ഒരുപാട് പേരോടും അങ്ങോട്ട് എങ്ങനെ എത്തിപ്പെടാം എന്നതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഒരു എക്സാക്റ്റ് മറുപടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ജർമ്മനിലോട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. മേ ബി ദൈവത്തിൻ്റെ കൃപ കൊണ്ടായിരിക്കാം ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഗോഡ്സോൺ എന്ന സ്ഥാപനത്തിൽ ഓസ്ട്രിയയെ പറ്റിയുള്ള റിക്രൂട്ട്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആൻസി മാമിനെ വിളിക്കുന്നതും ഇവിടുത്തെ ഫാക്കൽറ്റീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതും ഒക്കെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഗോഡ്സോൺ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഓസ്ട്രിയയിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത്. ഞങ്ങളാണ് ആദ്യത്തെ മെമ്പേഴ്സ്. ഞങ്ങൾ 25 പേരുണ്ട് മൊത്തം. ഇതിലൊരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 20 പേരെയാണ് ആദ്യമേ ചൂസ് ചെയ്തെന്ന് പറഞ്ഞത്. ഞാനും ഞങ്ങൾ 2 പേരുണ്ട്. എൻ്റെ കൂട്ടുകാരികളുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ഫ്രണ്ട്സ് ലാസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി 20 പേരെ സെലക്ട് ചെയ്തു, ഇനി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഇനി അടുത്തൊരു റിക്രൂട്ട്മെൻറ്റ് വരുമ്പോഴേ നിങ്ങൾ അതിൽ സെലക്ട് ആവാൻ പറ്റുള്ളൂ എന്ന്. പക്ഷെ അത് ഒത്തിരി വിഷമമായിരുന്നു. പിന്നെ 1 വീക്ക് കഴിഞ്ഞ് എനിക്ക് മാമിൻ്റെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാം പറഞ്ഞു അവർക്ക് ഇനിയൊരു 5 മെമ്പേഴ്സിനെ കൂടെ വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം നൈസ് മാം, വൈസ് മാം ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു. ഞങ്ങളുടെ മാക്സിമം കൊടുത്തു. ഇൻ്റർവ്യൂ പാസ്സായി. അങ്ങനെ ഞങ്ങളായിരുന്നു ഏറ്റവും ലാസ്റ്റ് മെമ്പേഴ്സ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. എല്ലാം എന്താ പറയുക, തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഒരുക്കുമെന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണല്ലോ. അങ്ങനെ പാസ്സായി ഇവിടെ വന്നു. ഞങ്ങളൊരു 1 മന്ത് ഇപ്പം ഗോഡ്സോണിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ഓരോ പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവിടുന്ന് ഓസ്ട്രിയയിൽ നിന്ന് അവിടുത്തെ എംപ്ലോയീസ് കടന്നു വന്നു. അവർ വന്ന് ഞങ്ങളെ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂ ചെയ്തപ്പം അവർക്ക് ഒത്തിരി സന്തോഷം. ഞങ്ങളുടെ മാക്സിമം ജർമ്മൻ അവരോട് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്തു. നല്ലൊരു ഫീഡ്ബാക്കാണ് അവരിൽ നിന്ന് കേൾക്കാൻ തക്കണം ഇടയായി തീർന്നത്. അവർ പറഞ്ഞു ഞങ്ങളെ അവർക്ക് ആവശ്യമുണ്ട്, നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഓരോ പെർഫോമൻസും അവർക്ക് ഒത്തിരി സന്തോഷമുളവാക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 25 പേരും ഒരുമിച്ച് ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് പാസ്സായി എന്നുള്ളൊരു കാര്യം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതിനു വേണ്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത, ഞങ്ങളെ സഹായിച്ച ഇവിടുത്തെ ഗോഡ്സോൺ മെമ്പേഴ്സ്, ടീംസ്, ഫാക്കൽറ്റീസ് എല്ലാവരും ഒത്തിരി സപ്പോർട്ടീവാണ്. ഒത്തിരി സന്തോഷം. കാരണം എൻ്റെ ഫാമിലിക്കും അതിലൊരു സന്തോഷമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം നമ്മൾ നഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ട് ഇത്രയും ഒരു 3 ഇയേഴ്സ് ഗ്യാപ്പാണ്. അപ്പം നമുക്ക് ഇതുവരെ ഒരു ഡെസ്റ്റിനേഷനിലെത്താൻ പറ്റാത്തതിനായിട്ടുള്ള ഒരു എന്താ പറയുക വിഷമങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ നിന്ന് കിട്ടുന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പം ഐ എം വെരി താങ്ക്ഫുൾ ടു ഓൾ ഓഫ് ദിസ് ഗോഡ്സോൺ മെമ്പേഴ്സ്.